ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. എത്രയും പെട്ടെന്ന് പാകിസ്ഥാനുമായുള്ള യുദ്ധം ഇന്ത്യ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ 7ാം കപ്പലെത്തും എന്നായിരുന്നു മുന്നറിയിപ്പ്. പാകിസ്ഥാന് വേണമെങ്കിൽ കപ്പൽ വിടാതിരിക്കാം, പക്ഷെ എന്റെ രാജ്യത്തിന്റെ സമുദ്രാതിർത്തി കടക്കുന്ന കപ്പലും സൈനികരും തിരിച്ചു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മറുപടി. അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ പ്രസംഗത്തിൽ മറുപടി പറയുമ്പോൾ വാക്കുകൾ ഇടറാറുള്ള, കൈകൾ വിറയ്ക്കാറുള്ള, പ്രതിപക്ഷം ഗൂങ്കി എന്ന് പരിഹസിച്ച് വിളിക്കാറുള്ള ആ സ്ത്രീയിൽ നിന്നും 1967 തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒഡീസയിലെ ഭുവനേശ്വറിൽ പ്രസംഗിക്കുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്നുമുണ്ടായ കല്ലേറിൽ മൂക്കിന്റെ പാലം തകർന്ന് ചോരയൊലിക്കുന്ന മുഖം തുടച്ച് അവർ പ്രസംഗം തുടരുമ്പോൾ കല്ലെറിഞ്ഞവർ അറിഞ്ഞിരുന്നില്ല അവർ ഇന്ത്യ കണ്ട ഏറ്റവും പവർഫുള്ളായ പ്രധാനമന്ത്രിയാവുമെന്ന്. ചൈന യുദ്ധവും പാകിസ്ഥാൻ യുദ്ധവും ഇന്ത്യൻ ജനത ഏറ്റവും കൂടുതൽ വെറുത്ത നാളുകളായ അടിയന്തരാവസ്ഥ കാലവും കഴിഞ്ഞ് ഒരേ സമയം ആഘോഷിക്കുകയും വെറുക്കുകയും ചെയ്ത അവരെ സ്വന്തം സുരക്ഷാ ഭടന്മാർ തന്നെ 30 പ്രാവശ്യം വെടിയുതിർത്ത് കൊല്ലാൻ കാരണം രാജ്യത്തിനെതിരായ സിഖ് വിഘടനവാദികളെ ഇല്ലാതാക്കിയ ശേഷം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും സിഖുകാരാണെങ്കിലും തന്റെ ഭടന്മാരെ തനിക്ക് വിശ്വാസമാണെന്നും പറഞ്ഞ ഈഗോയിസ്റ്റ് എന്നും നിർബന്ധ ബുദ്ധി എന്നും വിളിച്ച അവരുടെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു.